കോഴിക്കോട് കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകളുടെ പ്രവർത്തനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ബി സുധ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നു. തത്സമയം അതുപോലെ തന്നെ നീതി സ്റ്റോറുകൾ, നീതി മെഡിക്കൽ സ്റ്റോറുകൾ, നീതി ലാബുകൾ, അതേപോലെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉള്ള സഹകരണ ആശുപത്രികൾ, റീബിൽഡ് കേരള, അതേപോലെ നമ്മുടെ കെയർ ഹോം, അതുപോലെ വയോജനങ്ങൾക്കുള്ള പെയ്ഡ് പാലിയേറ്റീവ്, ഇത്തരത്തിൽ ഒരുപടി സേവനങ്ങൾ സഹകരണ മേഖല ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മറന്നിട്ടാണ് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ട് മീഡിയയോട് പറയല്ല, പക്ഷെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനത്തിന് വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയായിരുന്നു. അതിനെതിരെ കൺസ്യൂമർ ഫെഡ്, നേരത്തെ പറഞ്ഞ പോലെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പെരുമാറ്റച്ചട്ടം ഇതിന് ബാധകമല്ല, അതായത് സബ്സിഡിയോടുകൂടി, ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി ചന്ത നടത്തരുത് എന്നേ ഉള്ളൂ ഈ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സേവനം ഇല്ലാതാക്കാൻ ഹൈക്കോടതിയും അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഇന്നലെ ഒരു ഉത്തരവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം മുൻകൂട്ടി ഇതിനുള്ള പ്ലാനൊക്കെ ചെയ്തിരുന്നെങ്കിലും പെട്ടെന്ന് ചന്ത തുടങ്ങണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം വന്നപ്പോൾ ഓരോ താലൂക്കിലും ഒരു സഹകരണ സംഘം എങ്കിലും പെട്ടെന്ന് തന്നെ, അതായത് ചന്ത തുടങ്ങാൻ ഒരുപടി പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടു കാണും, ഇന്നലെ മുതൽ ഇവിടുത്തെ ഈ ടൗൺ ബാങ്കിലെ മുഴുവൻ സ്റ്റാഫും ഇവിടെ ഇരുന്നത് പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ 2-3 ദിവസങ്ങളായിട്ട് എടുത്ത് പാക്ക് ചെയ്ത് റെഡിയാക്കേണ്ട സാധനങ്ങൾ ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും ചന്ത തുടങ്ങണം എന്നൊരു നിർദ്ദേശം കിട്ടിയപ്പോൾ ഒരു സംഘം പോലും അതിനുള്ള ഒരു തടസ്സങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സഹകരണ മേഖലയുടെ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള അവരുടെ എന്താ പറയാ, അവരുടെ ജനങ്ങളോട് ചെയ്യുന്ന ആ സേവനത്തിന്റെ ഒരു നേരത്തെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ഇന്നു മുതൽ തുടങ്ങിയിട്ട് 7 ദിവസം ചന്തയുണ്ടാവും. മുഴുവൻ സബ്സിഡൈസ്ഡ് സാധനങ്ങളാണ് ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ വിലക്കയറ്റത്തിന്റെ നാളുകളിൽ ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാണ് ഈ വിഷു എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കുകയാണ്. ഈ വിഷുചന്തയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ബി സുധ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചതോടുകൂടി കൺസ്യൂമർ ഫെഡിന്റെ സംസ്ഥാനത്തെ വിഷുചന്തയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 300ഓളം ഔട്ട്ലെറ്റുകൾ സംസ്ഥാനമെമ്പാടും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി നീക്കിയത്. ഇതോടെയാണ് ഏറ്റവും അടിയന്തരമായി തന്നെ ചന്തകൾ ആരംഭിക്കാനുള്ള തീരുമാനം കൺസ്യൂമർ ഫെഡും കൈക്കൊണ്ടത്. വിപണി വിലയേക്കാൾ 45% വിലക്കുറവിൽ വരെ സാധനങ്ങൾ ലഭിക്കും. 13 അവശ്യ സാധനങ്ങൾ നിലവിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ് നേരത്തെ അധികൃതർ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്.